ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പകലിലും കർത്തസന്നിധിയിലായിരിക്കാൻ നമുക്കിടയായി വീണ്ടും നമുക്കിങ്ങനെ കടന്നു വരുവാൻ ദൈവം ഇടയാക്കിയ ദൈവത്തിൻ്റെ ദയക്കായി സ്തോത്രം ചെയ്യുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുകയാണ്. സ്തോത്രം. കർത്താവിൻ്റെ ദാസൻ ലീഡ് ചെയ്തല്ലോ. കർത്താവ് കേൾപ്പിക്കുന്ന എല്ലാ ആലോചനയ്ക്കായി സ്തോത്രം. നാം വെളിപ്പാട് പുസ്തകമാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളിവിടെ കുറച്ച് പേരാണ് ഉള്ളതെങ്കിലും പലരും ഇത് ശ്രദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവസരം ലഭിക്കുമ്പോഴൊക്കെ ഈ മീറ്റിംഗ് നിർത്താതെ കൊണ്ടുപോകാൻ കാരണം. പ്രൈസ് ദി ലോർഡ്. വെളിപ്പാട് പുസ്തകം കഴിഞ്ഞ ദിവസം നാം വെളിപ്പാട് പുസ്തകം 19:7 മുതലുള്ള വാക്യങ്ങളാണ് വായിച്ചത്. കുഞ്ഞാടിൻ്റെ കല്യാണം വന്നുവല്ലോ, തൻ്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു എന്ന് സ്തോത്രം നാം വായിപ്പാനായിട്ടിടയായിത്തീർന്നു. നമ്മളതിനെക്കുറിച്ച് ദീർഘമായി ചിന്തിപ്പാനൊക്കെ ഇടയായിരുന്നു. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 9-ാമത്തെ വാക്യമാണ് ഇന്ന് പകലിൽ വൈകുന്നേരം ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിക്കുക, ഈ വേദപുസ്തകത്തിലെ ഓരോ പോയിന്റ് നമ്മൾ കേൾക്കുമ്പോൾ ചില കാര്യങ്ങൾ ചിലപ്പോഴാണ് നമുക്ക് ക്ലിക്ക് ആകത്തുള്ളൂ. കാരണം ഇവിടെ കർത്താവ് യോഹന്നാനോട് പറയുക, നീ എഴുതാൻ പറയുക. സ്തോത്രം. ഈ കണ്ട കാര്യം എന്ത് ചെയ്യുക? നീ എഴുതുക. സ്തോത്രം. കർത്താവ് പറഞ്ഞെഴുതിക്കുന്ന ഇത് നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ അറിയാം. സ്തോത്രം. ഇത് ദൈവത്തിൻ്റെ സത്യവചനമാണ്, അതുകൊണ്ട് നീ അത് എഴുതാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ മുമ്പേ കേട്ടു, ഈ കേൾക്കുന്നതെല്ലാം ദൈവത്തിൻ്റെ വചനമെല്ലാം സത്യവചനമാണ്, അതിന് മാറ്റമില്ലാത്തതാണ്. ഈ ദൈവത്തിൻ്റെ വചനം നമുക്കധികം വിലയില്ലെങ്കിലും സ്തോത്രം. ഞാൻ ഈയിടെ സമുദായത്തിൻ്റെ പല ശുശ്രൂഷകളിലും ചെന്ന് കയറി മുമ്പിൽ നിൽക്കേണ്ട സാഹചര്യം വന്നു. ഞാൻ കല്യാണത്തിന് കൂടി, ശവടക്കിന് കൂടി, അതിനൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് അവരവിടെ പറയുന്നൊരു കാര്യമുണ്ട്. വിശുദ്ധ ഏവൻഗേലിയോൻ വായിക്കാൻ പോവുകയാണ്, ഭയഭക്തിയോടെ ഇരിക്കുന്നവരെല്ലാം എഴുന്നേറ്റ് നിൽക്കണമെന്ന്. കുർബാന മധ്യേ പറയുന്നതല്ല, മറ്റ് ശുശ്രൂഷകളിൽ പറയുക. അപ്പോൾ അതിൻ്റെ ആ ഭയഭക്തി, സ്തോത്രം, ഹല്ലേലൂയ, അവരുടെ ഭക്തി. അപ്പം ഞാൻ മുമ്പിലൊക്കെ കയറി നിൽക്കുമ്പം ഈ ധൂപം വീശുമ്പോൾ തന്നെ ആ ധൂപത്തിൻ്റെ പുക ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ആളുകൾ കുരിശു വരയ്ക്കുന്നത് ഞാൻ കണ്ടു. അപ്പം അവർക്കും അറിയാം നമ്മളിതൊക്കെ കഴിഞ്ഞു പോകുന്ന, അതുകൊണ്ടാണ് നമ്മൾ ചെയ്യാത്തതെന്ന്. അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്, അവരുടെ ഒരു ഭക്തി. ആ ഭക്തിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഏവൻഗേലിയോൻ എന്ന് പറയുന്ന ഭക്തി. ഞാൻ കുറേ നാൾ മുമ്പ് എൻ്റെ ഒരു അച്ഛൻ, എന്നെ പഠിപ്പിച്ചൊരു അച്ഛനാണ്. ആ അച്ഛൻ്റെ അടുക്കൽ അച്ഛനെ ഒരു വീട്ടിൽ നിന്ന് ഞാൻ അച്ഛൻ്റെ വീട്ടിൽ കൊണ്ടുപോയി ഇറക്കിയപ്പോൾ എന്നോട് പറഞ്ഞു, അച്ഛൻ പറഞ്ഞു, ബേക്കുട്ടി പ്രാർത്ഥിച്ചിട്ടേ പോകാവുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പ്രാർത്ഥിച്ചിട്ടേ പോകത്തുള്ളൂ എന്ന് പറഞ്ഞു. എന്നാൽ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അദ്ദേഹം ഞാൻ നോക്കിക്കഴിഞ്ഞപ്പം അദ്ദേഹത്തിൻ്റെ ഒരു പ്രാർത്ഥനാ സ്ഥലമുണ്ട്, അവിടെ 2 തിരിയൊക്കെ കത്തിച്ചു വെച്ചു. എന്നിട്ട് ബൈബിളും എടുത്തു വെച്ചെന്ന് തോന്നുന്നു. എന്നിട്ട് എന്നോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാനിവിടെ നിന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന പോലെ തന്നെ ശരിക്കായിട്ട് പ്രാർത്ഥിച്ചു പോകുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത്, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കിത് വായിക്കോട്ടൊക്കെ വിട്ട് നമ്മൾ പ്രാർത്ഥിക്കും, അവർക്കതിനൊരു ഭയമുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. ഈ കൊല്ലേലത്തിൻ്റെ ആലേ കിടക്കുന്ന സാധനം തീപ്പൊരി കണ്ടാൽ എന്ത് ചെയ്യല, പേടിക്കത്തില്ല എന്ന് പറഞ്ഞ പോലാണ് നമ്മൾ ദൈവത്തോടങ്ങ് ഒട്ട് നിൽക്കുന്നതുകൊണ്ട് നമുക്കൊട്ടും എന്തില്ല, ഭയമില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ തന്നെ ഇതിലേ ഓടി നടക്കുന്നത്, അവർക്കൊട്ടും ഭയമില്ല. അവരുടെ കുഞ്ഞുങ്ങൾ, അവരെ നമ്മൾ അടിക്കാറില്ല. അപ്പോൾ സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ ഈ ഞാൻ പറഞ്ഞു വന്നത്, സ്തോത്രം, ഇത് ദൈവത്തിൻ്റെ സത്യവചനമാണ്. അത് യോഹന്നാനോട് എഴുതാൻ പറയുകയാണ്. അടുത്തതായിട്ട് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്, കുഞ്ഞാടിൻ്റെ കല്യാണ സദ്യയ്ക്ക് ക്ഷണിക്കപ്പെട്ടവർ. ഹല്ലേലൂയ. അങ്ങനെയല്ലേ എഴുതിയേക്കുന്നത്? കുഞ്ഞാടിൻ്റെ കല്യാണ സദ്യയ്ക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ. കറക്റ്റ് മനസ്സിലാക്കണം, ഇത് സഭയല്ല കേട്ടോ. നമ്മുടെ എല്ലാം ചിന്ത സഭയും ഇതും രണ്ടാ. ദയവായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. സഭയും മറ്റ് വിശുദ്ധന്മാരും രണ്ട് കാര്യമാണ്. നമ്മൾ വിശ്വാസികളായ ആളുകൾക്ക് അതങ്ങോട്ട് ഉൾക്കൊള്ളാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. കാരണം സഭ എന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ കാന്തയാണ്, അവൻ്റെ മണവാട്ടിയാണ്. സ്നേഹിതരെന്ന് പറയുന്നത് വേറെയാണ്. സ്തോത്രം. സ്നേഹിതരും എല്ലാവരും വേറെയാണ്. സ്തോത്രം, ഹല്ലേലൂയ. നമ്മൾ ചിലപ്പോൾ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ചിലയിടങ്ങളിൽ ഒത്തിരി താമസിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ദേഷ്യമൊക്കെ വരും. അപ്പോൾ അവർക്ക് അവരുടെ കല്യാണമാണ്, അവർക്ക് അവരുടെ ആ ദിവസം പ്രാധാന്യമേറിയതാണ്.
നമ്മുടെ പ്രാധാന്യം നമുക്കവിടെ എല്ലാം കണ്ട് കഴിഞ്ഞ പോലെ ചാപ്പാടും കഴിച്ചിട്ട് പോരണമെന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അതിനനുസരിച്ച് ചാപ്പാടും കഴിച്ച് തിരിച്ചു പോരുക. അല്ലാതെ അവർക്ക് അവരുടേതായ പ്രോഗ്രാമുകളും അവരുടെ ഒരു ചെറുക്കൻ്റെ അല്ലെ പെണ്ണിൻ്റെ കല്യാണത്തിൻ്റെ ദിവസമാണ് നമ്മൾ കൂടെ അങ്ങനെയുള്ളവരെ ചെറുക്കൻ്റെ പെണ്ണിനൂടെയും പോകരുത്. കാരണം നമുക്ക് നമ്മുടെ കാര്യം കഴിഞ്ഞിട്ട് വണ്ടി എടുക്കാവുന്ന പരുവത്തിന് ഇട്ടേച്ച് നമ്മൾ പോരുവാണെങ്കിൽ നമുക്ക് സ്വസ്ഥമായിട്ട് പോരാം. നമുക്കവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം അവരവരുടെ ഒരു ദിവസമാണ്, അവരുടെ പ്രത്യേകമായ ഒരു ദിവസമാണ്. അവരുടെ വീട്ടിൽ ഇനി എത്ര താമസിച്ചാലും, ഞാനിവിടെ നമ്മുടെ സഭയിലെ ഓരോ കല്യാണം കഴിഞ്ഞിട്ട് പാതിരാത്രിക്ക് ഇവിടെ വന്നിട്ടുണ്ട്. കാരണം അതെല്ലാം കഴിഞ്ഞ് അവരുടെ വീട്ടിൽ കയറി ചടങ്ങും കഴിഞ്ഞ് അങ്ങ് പുനലൂരും അപ്പുറയൊക്കെ എല്ലാ ചടങ്ങും കഴിഞ്ഞേച്ച് നമ്മളിവിടുന്ന് വരുമ്പോഴത്തേക്ക് സന്ധ്യയാവും. അവിടുന്ന് ഇറങ്ങുമ്പോൾ നമുക്കൊന്നും എതിര് പറയാൻ പറ്റത്തില്ല. സ്തോത്രം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, മണവാട്ടി അഥവാ കർത്താവിൻ്റെ സഭയല്ല ഈ ക്ഷണിക്കപ്പെട്ടവർ. ഹല്ലേലൂയ. മനസ്സിലായോ? സഭയല്ല ക്ഷണിക്കപ്പെട്ടവർ. പഴയ നിയമ വിശുദ്ധന്മാരും അതുപോലെയുള്ള ആളുകളാണ് ക്ഷണിക്കപ്പെട്ടേക്കുന്നത്. അവർ കർത്താവിൻ്റെ രക്തത്താൽ വിടുതൽ പ്രാപിച്ചവരല്ല, യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചവരല്ല, അവർ സഭയുടെ അംഗങ്ങളല്ല. സ്തോത്രം. ഹല്ലേലൂയ. 1-ാം നൂറ്റാണ്ട് മുതൽ പെന്തക്കോസ്ത് നാൾ മുതൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ആളുകളെ സഭയോട് ചേർത്തു. അന്ന് 3000 പേര് സ്നാനമേറ്റു. അവരെന്ത് ചെയ്തു? സഭയോട് ചേർന്നു. അവർ സഭയുടെ അംഗങ്ങളാണ്. അതിനുശേഷം 5000 പേര് സ്നാനമേറ്റു. അവർ സഭയോട് ചേർന്നു. അപ്പം സഭ എന്ന് പറയുന്നതും പഴയ വിശുദ്ധന്മാരുടെ ഗണവും രണ്ടും രണ്ടാം. അവരെയാണ് സ്നേഹിതന്മാർ അഥവാ ക്ഷണിക്കപ്പെട്ടവരെന്ന് പറയുന്നത്. ഹല്ലേലൂയ. കല്യാണത്തിന് മണവാളിലും മണവാട്ടിയും മാത്രം പോരല്ലോ. സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് വായിക്കാം യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം. ഹല്ലേലൂയ. അതിൻ്റെ 29-ഉം 30-ഉം വാക്യം. യോഹന്നാൻ പറയുന്നൊരു കാര്യം, സ്നാപക യോഹന്നാൻ പറയുന്നൊരു കാര്യമാണ്. യോഹന്നാൻ്റെ സുവിശേഷം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ സംഭവം ഒന്ന് ശ്രദ്ധിച്ചേ. മണവാട്ടി ഉള്ളവൻ മണവാളനാകുന്നു. അപ്പോൾ ആ സ്തോത്രം വളരെ നിർത്തിക്കമളെ. മണവാട്ടി ഉള്ളവൻ, സ്തോത്രം, മണവാളനാണ്. ഇപ്പം കർത്താവിൻ്റെ മണവാട്ടി ഗണത്തിൽപ്പെട്ടവരാണ് നമ്മൾ. നമുക്കൊന്ന് സ്തോത്രം ചെയ്യാൻ പറ്റുമോ? കർത്താവിൻ്റെ മണവാട്ടി സഭയിൽ പെട്ടതാണ് നമ്മൾ. നമുക്ക് അതിൻ്റെ ആ സന്തോഷമില്ല. ചില ഈ തമിഴ് ആളുകളും തെലുങ്ക് ആളുകളുടെയൊക്കെ ഇടയിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാലുണ്ടല്ലോ, നമ്മൾ വചനം ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്ന അവരിങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കും നമ്മുടെ വായിലോട്ട് നോക്കി. കാരണം അങ്ങനെ, ഞാൻ ഈയിടെ ഒരു കന്നഡ തെലുഗു ഉള്ളവരുടെ ഒരു സൂം മീറ്റിങ്ങിൽ കയറിയായിരുന്നു. അവരുടെയൊക്കെ ഇരിപ്പ് കാണണം. അങ്ങ് ആകാംക്ഷയോടെ ഇരിക്കുക ഇത് കേൾക്കാൻ വേണ്ടി. ആകാംക്ഷയോടെ ഇരിക്കുക. സ്തോത്രം. നമ്മൾ ശ്രദ്ധിക്കണേ. സ്തോത്രം. ഇവിടെ സ്നേഹിതരെന്ന് പറയുമ്പോൾ യോഹന്നാൻ പറയുകയാണ്, മണവാട്ടി ഉള്ളവൻ മണവാളനാകുന്നു. നമ്മുടെ മണവാളനായ ക്രിസ്തുവാ. നമ്മുടെ ക്രിസ്തു മണവാളനായ ക്രിസ്തു അവനാണ് തേജസ്സിൽ വെളിപ്പെടാൻ പോകുന്നത്. തൻ്റെ കാന്തയ്ക്ക് വേണ്ടി വെളിപ്പെടാൻ പോകുന്നത് അവനാണ്. എന്നിട്ട് യോഹന്നാൻ പറയുകയാണ്, മണവാട്ടി ഉള്ളവൻ മണവാളനാകുന്നു, മണവാളന്റെ സ്നേഹിതനോ. മണവാളന്റെ സ്നേഹിതൻ അതാരാന്നറിയാമോ? യോഹന്നാൻ മണവാളന്റെ സ്നേഹിതനാ. യോഹന്നാനെ പോലുള്ളവൻ മണവാളന്റെ സ്നേഹിതനാ. കാരണം യേശു കർത്താവ് ഇങ്ങനെ വന്നെന്നും ശുശ്രൂഷിക്കുന്നെന്നും അറിഞ്ഞു കഴിഞ്ഞപ്പോൾ യോഹന്നാൻ അവൻ്റെ അടുക്കൽ ആൾ വിട്ടു. നീയാണോ വരാനുള്ളവൻ? സ്തോത്രം. ഞങ്ങളൊരു മറ്റൊരുത്തിനെ കാത്തിരിക്കണമോ? അപ്പോൾ സ്തോത്രം, യോഹന്നാന് സ്നാനം കഴിപ്പിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്. എൻ്റെ പിന്നാലെ ഒരുവൻ എന്ത് ചെയ്യുന്നുണ്ട്? വരുന്നുണ്ട്. അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. സ്തോത്രം. അവനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, എൻ്റെ പിന്നാലെ ഒരുവനുണ്ട്. യേശുവിൻ്റെ ജനനം അവരോട് 6 മാസത്തെ മാറ്റമേ ഉള്ളൂ. സ്തോത്രം. യേശുവിൻ്റെ 6 മാസത്തെ മാറ്റമേ ഉള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. യോഹന്നാൻ സ്നാപകനെ നമ്മളൊന്ന് ശ്രദ്ധിക്കണേ. ഹല്ലേലൂയ. യോഹന്നാൻ്റെ അപ്പൻ ദേവാലയത്തിൽ ശുശ്രൂഷിക്കുന്നവനാണ്. യോഹന്നാൻ എന്താ ചെയ്യുന്നത്? മരുഭൂമിയിൽ ഒട്ടകരോമം കൊണ്ടുള്ള വസ്ത്രവും അരയിൽ തോൽവാറും ധരിച്ച് മരുഭൂമിയിലാണ്. കാട്ടുതേനും വെട്ടുക്കിളിയും ഭക്ഷിച്ച് അവൻ മരുഭൂമിയിലാണ്. പള്ളിയിലൊരു പാട്ടുണ്ടായിരുന്നു, അഹരോൻ മോശയോടൊന്നിച്ച് എന്ന് പറഞ്ഞിട്ട് അത് സ്കറിയായിക്ക് ഏകി. സ്കറിയ എന്ത് ചെയ്തു? യോഹന്നാൻ ഏകിയെന്ന് അങ്ങനെ ഒരു പാട്ട് ചൊല്ലാറുണ്ട്. എനിക്കത് പാട്ട് ശരിക്കറിയത്തില്ല. നമ്മൾ ചൊല്ലിയ ഈണത്തെ ചൊല്ലും, അഹരോൻ മോശയോടൊന്നിച്ചെന്നും പറഞ്ഞ്. എന്ന് വെച്ചാൽ കൈവപ്പ് കിട്ടി, അഹരോനെ മോശയുടെയും കൈവപ്പ് കിട്ടി വന്നിട്ട് അത് സ്കറിയായിക്ക് വന്നു. സ്കറിയ ആരാണ്? യോഹന്നാൻ്റെ പിതാവായ സ്കറിയ. യോഹന്നാൻ്റെ പിതാവായ സ്കറിയ
അത് യോഹന്നാന് നൽകുകയെങ്കിൽ അവൻ പുരോഹിതനായിട്ട് ദേവാലയത്തിൽ ശുശ്രൂഷിക്കുക. ആ പാട്ട് തന്നെ തെറ്റാ. ഇത് കേൾക്കുന്നവർ എന്നോട് ചിലപ്പോൾ ദേഷ്യപ്പെടും. പാട്ട് തന്നെ തെറ്റാ. സ്കറിയ വരെ ശരിയാ. സ്കറിയ വരെ എന്തുവാ? അഹരോന്യ പൗരോഹിത്യ. മനസ്സിലാകുന്നുണ്ടോ? സ്കറിയ വരെ അഹരോന്യ പൗരോഹിത്യമാ. സ്കറിയ വരെ അഹരോന്യ പൗരോഹിത്യമാ. എന്നാൽ ആ പൗരോഹിത്യം ആർക്കേകിട്ടില്ല? യോഹന്നാൻ സ്നാപകൻ ഏകിയിട്ടില്ല. യോഹന്നാൻ സ്നാപകൻ ദേവാലയത്തിലല്ലായിരുന്നു ശുശ്രൂഷിച്ചത്. നമ്മൾ ആരോടെങ്കിലും വചനം പറയുമ്പോൾ കാര്യം പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ആ കാര്യം യോഹന്നാൻ, ഈ പുരോഹിതന്മാരുടെ ഭക്ഷണമെന്ന് പറഞ്ഞാൽ മേത്തരമായ ഭക്ഷണമാണ് കേട്ടോ. ഇടിച്ചെടുത്ത എണ്ണയും അതുപോലെയുള്ള ഏറ്റവും നല്ലതാണ് അവരുടെ ഭക്ഷണം. അത് നേരിയ മാവ് ഇടിച്ചെടുത്ത ഭക്ഷണമാണ്. പക്ഷേ ഇവൻ്റെ ഭക്ഷണം എന്തുവാ? കാട്ടുതേനും വെട്ടുക്കിളിയും ഒക്കെ തിന്ന് ഇവൻ എവിടാ? മരുഭൂമിയിൽ. ഇവൻ്റെ ശുശ്രൂഷ എന്തുവാ? സർപ്പസന്തതികളി എന്ന് പറഞ്ഞ് വരുവാനുള്ള കോപത്തിൽ നിന്ന് പിടിപ്പാൻ നിങ്ങളോട് ആരാ പറഞ്ഞെന്ന് ചോദിച്ചാൽ അതാണ് ശുശ്രൂഷ. ഞാൻ പറഞ്ഞത് എന്നാന്ന് ചോദിച്ചാൽ, എന്നിട്ട് അവൻ പറയുകയാണ്, ആ യോഹന്നാൻ സ്നാപകനാണ് പറയുന്നത്, എൻ്റെ പിന്നാലെ ഒരുവൻ വരുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് യോഹന്നാൻ നോക്കിയപ്പം യേശു അനേക ആളുകളെ കൂട്ടി, യോഹന്നാനേക്കാൾ കൂടുതൽ ആളെ കൂട്ടി സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരിക്കുക. യോഹന്നാൻ്റെ ശിഷ്യന്മാരെന്താ പറഞ്ഞത്? സ്തോത്രം, നീ പറഞ്ഞ ഒരുവൻ, നീ സാക്ഷിച്ചിട്ടുള്ള ഒരുവൻ ദേ അവിടെ ഒത്തിരി അയിനോന് ഒത്തിരി വെള്ളമുണ്ട്, അവിടെ സ്നാനപ്പെടുത്തിക്കൊണ്ടിരിക്കുക, ഒത്തിരി പേരെ സ്നാനപ്പെടുത്തിക്കൊണ്ടിരിക്കുക. സ്തോത്രം, ഹല്ലേലൂയ. യോഹന്നാൻ പറഞ്ഞ എന്താ കാര്യം എന്നറിയാമോ? അവൻ വളരേണം, ഞാനോ കുറയണം. ഒരിക്കലും ഒരു മനുഷ്യനും ആഗ്രഹിക്കുന്ന കാര്യമല്ല അവൻ വളരേണം ഞാൻ കുറയണം. നമുക്ക് ആർക്കെങ്കിലും നമുക്ക് വളരണമെന്നല്ലേ ആഗ്രഹം? എല്ലാവർക്കും ഒരാളെക്കാൾ ഒരു പടിയും കൂടെ മുമ്പിലോട്ട് വരണമെന്ന ആഗ്രഹം. അതുകൊണ്ടാണ് 3-4 പാസ്റ്റർമാർ ഒരു മീറ്റിങ്ങിൽ പ്രസംഗിക്കുന്നുണ്ടെങ്കിൽ ഒന്നിനേക്കാളിലൊന്ന് കേമമായിട്ട് പ്രസംഗിച്ചില്ലെങ്കിൽ അത് ഇതായി പോകും. അപ്പോൾ അതിനകത്തൊരു മത്സരമുണ്ട്. ഇനി തുറന്നു പറഞ്ഞാൽ ഇതിനകത്തൊരു അസൂയയുടെ വ്യാപാരമുണ്ട്. അവനേക്കാളി നന്നായിട്ട് എനിക്ക് പ്രസംഗിക്കണം, അവനേക്കാളി നന്നായിട്ട് ഇത് ചെയ്യണം, എന്നെക്കുറിച്ച് നല്ലത് പറയണം. കാരണം എന്നാന്ന് ചോദിച്ചാൽ അവനേക്കാളിൽ വലുതാകണമെന്നാണ് നമ്മുടെ ഓരോരുത്തരുടെയും ചിന്ത. യോഹന്നാൻ്റെ ശിഷ്യന്മാർ വന്ന് പറഞ്ഞ് അവനാ കൂടുതൽ പേരെ സ്നാനം കഴിപ്പിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ യോഹന്നാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, അവനാണ് വളരേണ്ടത്. സ്തോത്രം, ഞാൻ ഇനി എന്ത് ചെയ്യണം? കുറയണം. ഹല്ലേലൂയ. നമ്മൾ കുറയേണ്ടിടത്ത് നമ്മൾ കുറയണം കേട്ടോ. ഹല്ലേലൂയ. നമ്മൾ ഒരു പ്രായം കഴിഞ്ഞാൽ കുറയേണ്ടിടത്ത് കുറയണം. നമ്മൾ വളരാവുന്ന അത്രയും വളർന്നില്ലേ? ഹല്ലേലൂയ. നമ്മൾ വളരാവുന്ന അത്രയും വളർന്നു കഴിഞ്ഞേച്ച് നമ്മൾ ഒതുങ്ങി കൊടുക്കണം. ഹല്ലേലൂയ. ശ്രദ്ധിക്കണേ, ഞാൻ പറയുന്നത് നിങ്ങൾ ഇപ്പോൾ എൻ്റെ പിള്ളേരെല്ലാം കൂടി ഇനി അവരെല്ലാം കൂടെ ഒന്ന് വന്ന് കൂടുവാണെങ്കിൽ അവരെല്ലാവരും മോളിൽ കൂടും. ഞാനും ഭാര്യയും വല്യപ്പനും വല്യമ്മയും താഴെ ഇരിക്കും, അല്ല മൊബൈലും ഒക്കെ നോക്കി അല്ല ഞങ്ങളുടെ കാര്യം കഴിയുമ്പോൾ. അവരുടെ ഇടയിൽ പോയി നമുക്ക് ഇപ്പോൾ ഒത്തിരി വർത്തമാനം പറയാൻ പറ്റുമോ? എന്നുവെച്ചാൽ ഒന്നും ചെയ്യുമെന്നല്ല, കാരണം എന്ന് വെച്ചാൽ അവർക്ക് അവരുടെ ലോകം, അവരായിനിയും വളരേണ്ടത്. നമ്മൾ വളർന്നതല്ലേ. ഞാൻ പറയുന്ന നല്ല സെൻസിലെടുക്കണം കേട്ടോ. അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ലതാണ്. അല്ലെ ഞങ്ങൾ രണ്ടുപേരും കൂടെ അവരെല്ലാം കൂടെ കൂടുന്നതിന് ഇടയിലോട്ട് കയറി വീണ്ടും വർത്താനം ഇതിന് ചെന്ന് കഴിഞ്ഞാൽ അവരന്നേരം കണ്ണടച്ച് നമുക്ക് ഉറങ്ങാമെന്ന് പറയും. അപ്പോൾ തന്നെ നമ്മൾ പോരും. അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ പോന്നു കഴിയുമ്പോൾ അവർ വീണ്ടും വർത്താനം തുടങ്ങും. സ്തോത്രം, അതാ ലോകത്തിൻ്റെ കാര്യം. ഇവിടെ യോഹന്നാൻ പറയുകയാണ് അവൻ വളരേണം ഞാനോ കുറയണമെന്ന് പറഞ്ഞു. ആ യോഹന്നാൻ പറയുകയാണ് മണവാളൻ്റെ സ്നേഹിതനോ നിന്ന് മണവാളൻ്റെ സ്വരം കേട്ടിട്ട് അത്യന്തം സന്തോഷിക്കുന്നു. അപ്പം യോഹന്നാൻ സ്നാപകൻ ആരാ? കർത്താവ് പറഞ്ഞു യോഹന്നാൻ സ്നാപകൻ വരെയാ ന്യായപ്രമാണവും പ്രവാചകന്മാരും. ഹല്ലേലൂയ. യോഹന്നാനും എല്ലാം ന്യായപ്രമാണം എല്ലാം യോഹന്നാൻ വരെയാ. അപ്പോൾ യോഹന്നാൻ എന്ന് പറയുന്നത് ആരാണ്? മണവാളൻ്റെ സ്നേഹിതൻ. ഹല്ലേലൂയ. മണവാളൻ്റെ സ്നേഹിതൻ. സ്തോത്രം. അവരെയാണ് ക്ഷണിച്ചേക്കുന്നത്, മറ്റവരെ ക്ഷണിക്കണ്ട. സ്തോത്രം. അവർ കാഹളം കേൾക്കുമ്പോൾ അവർ കർത്താവിൻ്റെ വകയാണ്. ഇതൊന്ന് മനസ്സിലാക്കി പോണോട്ടോ. നമ്മളാ കർത്താവിൻ്റെ കാന്ത. അവിടെ ഭാര്യയും ഭർത്താവും ഒന്നും ഇല്ലാട്ടോ. അതുകൊണ്ട് ഇവിടെ ഉള്ളപ്പോൾ സ്നേഹമായിട്ടിരിക്കുന്നതാണ് നല്ലത്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അതൊന്നുമില്ല. എനിക്ക് എൻ്റെ അച്ചാൻ്റെ അടുക്കൽ ഇരിക്കണമെന്ന് പറഞ്ഞാൽ നടക്കുകയല്ല കേട്ടോ. അങ്ങനെയൊന്നും നടക്കത്തില്ല. സ്തോത്രം. കർത്താവ് ഒരിക്കൽ പറഞ്ഞു, സെബേദി ഒരു അമ്മമ്മയല്ലേ എന്ന് ചോദിച്ചത്, എൻ്റെ മക്കളെ നിൻ്റെ ഇടത്തും വലത്തും ഇരുത്തണമെന്ന് പറഞ്ഞു. അപ്പോൾ കർത്താവ് പറഞ്ഞാൽ സാധ്യമാകുന്ന കാര്യമല്ല, എൻ്റെ പിതാവ് ആർക്കൊരുക്കിയിട്ടുണ്ടോ അവർക്ക്, അല്ലാതെ പറ്റത്തില്ല കേട്ടോ. സ്തോത്രം. ഹല്ലേലൂയ.
അതുകൊണ്ട് ഈ ലോകത്ത് ജീവിക്കാൻ പറ്റുന്ന സന്തോഷത്തോടെ ജീവിക്കുക. സ്തോത്രം. അപ്പോൾ മണവാളൻ്റെ സ്വരം കേട്ടിട്ട് മണവാളൻ്റെ സ്നേഹിതനോ അത്യന്തം സന്തോഷിക്കുക. ഹല്ലേലൂയ. അപ്പോൾ സ്നേഹിതരെന്ന് പറയുന്നത് സഭയല്ല. ആ ഒരു പോയിന്റ് ശ്രദ്ധിക്കണം. പഴയ വിശുദ്ധന്മാർ അതുപോലെയുള്ള ആൾ. ഒന്നുകൂടെ ക്ലിയർ ആക്കി പറയാം. എഫേസ്യ ലേഖനം 3-ാം അധ്യായം 14-15 വാക്യം. എഫേസ്യ ലേഖനം 3-ാം അധ്യായം 14-15 വാക്യം. അവൻ നമ്മുടെ സമാധാനം, അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി ചട്ടങ്ങളും കൽപ്പനകളുമായി ന്യായപ്രമാണം എന്ന ശത്രുത്വം തന്റെ ജഡത്താൽ നീക്കി വേർപാടിന്റെ നടുച്ചുവർ ഇടിച്ചു കളഞ്ഞത് സമാധാനം ഉണ്ടാക്കിക്കൊണ്ട് അത് നിമിത്തം, ആ വാക്യമായി, അത് നിമിത്തം ഞാൻ സ്വർഗത്തിലും, എഫേസ്യർ 3:14-15 ആണോ, അത് നിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേര് വരുവാൻ കാരണമായ പിതാവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. വളരെ ശ്രദ്ധിച്ചേ. അത് നിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേര് വരുവാൻ കാരണമായ. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കണേ, ഇവിടെ ഉള്ളവരൊന്ന് ശ്രദ്ധിക്കണം. നമ്മുടെ കുടുംബത്തിൻ്റെ പേര് സ്വർഗത്തിലുണ്ടോ? ഹല്ലേലൂയ. ജീവപുസ്തകത്തിൽ യോശുവ പറഞ്ഞു, ഞാനും എൻ്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. ഞാനും എൻ്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. അത് വലിയൊരു പദവിയാ കേട്ടോ. ഹല്ലേലൂയ. വലിയൊരു പദവിയാ. സ്തോത്രം. നമ്മൾ ഏത് രാജ്യത്ത് നമുക്ക് പോയി നല്ല ജോലി കിട്ടുമോ, സ്ഥാനം കിട്ടുമോ, എവിടെ കിട്ടിയോ, നാം എവിടെ ആയിരുന്നാലും കർത്താവ് ആ സമയം വരുന്നതാണ് നമുക്ക് നല്ലത്. നമ്മൾ അമേരിക്കയിലോ ഇറ്റലിയിലോ ഓസ്ട്രേലിയയിലോ പോയി ജോലി കിട്ടിയിട്ട് എന്നാൽ അവിടെ ഒരു 5-8-10 വർഷം ജോലി കിട്ടിയിട്ട് കർത്താവ് വന്നാൽ മതിയെന്ന് ചിന്തിക്കരുത്. കർത്താവ് വരുന്ന നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം. ഹല്ലേലൂയ. ഇവിടുത്തെ സന്തോഷമെല്ലാം താൽക്കാലികമാണ്, ക്ഷണികമാണ്. എന്ത് സന്തോഷമാണ് ഇവിടെ നിലനിൽക്കുന്ന സന്തോഷം. നമ്മൾ വലിയൊരു ഹോട്ടലിൽ കയറി അടിച്ചു പൊളിച്ച് ശാപ്പാട് കഴിച്ചെന്ന് വെച്ചോ, ശരിക്കും കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ദിവസത്തേക്ക് നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല. ഗ്യാസും കയറി പിന്നെ നമ്മളിങ്ങനെ ഏമ്പക്കമൊക്കെ വിട്ട് പിന്നെ അരിഷ്ടവും ഇങ്ങനെയുള്ള അരിഷ്ടമൊക്കെ കുടിച്ച് നമുക്ക് നിൽക്കേണ്ടി വരും. അപ്പോൾ നമ്മുടെ സുഖം തീർന്നില്ലേ? സ്തോത്രം. എന്നാൽ ദൈവസന്നിധിയിലുള്ള സന്തോഷം പോലെ വേറെ ഒരിടത്തും സന്തോഷമില്ല. നമുക്കിവിടെ ഞെരുക്കവും വേദനയും പ്രയാസവും ആരും അറിയുന്നില്ലെന്നുള്ളതേ ഉള്ളൂ. എത്രയെത്ര ഞെരുക്കങ്ങളും എത്രയെത്ര പ്രയാസങ്ങളുമാണ് നമുക്ക് ലഭിക്കുന്നത്. ഞാനൊക്കെ പല കാര്യത്തിനും പോയി മധ്യസ്ഥമായിട്ട് ഇടപെടും. അവസാനം എല്ലായിടത്തു നിന്നും തട്ട് കിട്ടും. അവസാനം മധ്യസ്ഥത നിൽക്കുമ്പോൾ അവർ രണ്ടുപേരും ഒന്നാകും. അവസാനം തൊഴി ആർക്ക് കിട്ടും? മധ്യസ്ഥത എന്നവന് കിട്ടും തൊഴി. അവരൊന്നാകും. ഞാൻ ഒത്തിരി അനുഭവമുള്ളവനാ മധ്യസ്ഥത നിന്നിട്ട്. സ്തോത്രം. ഹല്ലേലൂയ. ലോകത്തിൻ്റെ അനുഭവം അങ്ങനെയാണ്. നമ്മൾ മടങ്ങി വരട്ടെ. സ്തോത്രം. നമ്മളിവിടെ ചിന്തിച്ചത് അത് നിമിത്തം സ്വർഗത്തിലും ഭൂമിയിലുള്ള സകല കുടുംബത്തിനും പേര് വരുവാൻ കാരണമായ പിതാവിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. ഹല്ലേലൂയ. പിതാവിൻ്റെ സന്നിധിയിൽ എന്ത് ചെയ്യുകയാണ്? ഞാൻ മുട്ടുകുത്തുകയാണ്. സ്വർഗത്തിനും ഭൂമിക്കും. സ്തോത്രം. ഹല്ലേലൂയ. അത് നിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലും ഉള്ള സകല കുടുംബത്തിനും പേര് വരുവാൻ കാരണമായ പിതാവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. അപ്പം നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ കുടുംബത്തിൻ്റെ പേര്. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ. ആ ഒരു വാക്യം നമ്മൾ പലപ്പോഴും വായിച്ചതാണേലും ഇങ്ങനെ നമ്മൾ ചിന്തിച്ചിട്ടില്ല. നമ്മുടെ കുടുംബത്തിൻ്റെ പേര് എവിടെ വേണം? ഹല്ലേലൂയ. നമ്മുടെ കുടുംബത്തിൻ്റെ പേര് സ്വർഗത്തിലും സകല കുടുംബത്തിനും പേര് വരാൻ കാരണമതായ പിതാവിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. സകല കുടുംബത്തിനും പേര്, നമ്മുടെ കുടുംബത്തിൻ്റെ പേര് സ്വർഗത്തിൽ വേണം. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ഈ പിതാവിൻ്റെ കുടുംബത്തിൽ പെടുന്ന എല്ലാവരും ആ സ്നേഹിതന്മാരുടെ ഇടയിൽ പെടും. ആ കുടുംബത്തിൽ പെടുന്നവരെല്ലാവരും. സഭയല്ലിത്. സഭ വേറൊരു കാര്യമാണ്. ഹല്ലേലൂയ. 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 നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുമോയെന്നറിയാൻ പറ്റില്ല. ഈ ദൈവസഭ അല്ലാത്ത ആളുകളും, വേദവിരുദ്ധം പറയാമെന്ന് വിചാരിക്കരുത്, സ്വർഗത്തിൽ പോകും. ഞാൻ തെറ്റാന്ന് പറയും. ദീപപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊഴി തള്ളിയിടുമെന്ന കാര്യമുണ്ട്. ഈ വെളിപ്പാട് പുസ്തകം ശരിക്കും അങ്ങ് പഠിച്ചു കഴിഞ്ഞാൽ കുറേ ആളുകൾ പിന്നെ ഇല്ലേ? സഹസ്രാബ്ദം വരുമ്പോൾ ഈ ഭൂമിയിൽ ആളുകളില്ലേ?
അതിനകത്തും കുറേ ആളുകൾ നല്ലവരായിട്ടില്ല. 1000 വർഷം കഴിയുമ്പോഴാണ് കുറേ ആളുകൾ ഇങ്ങനെയായി പോകുന്നത്. ഇപ്പം നിങ്ങളാരും അതിനകത്ത് പിന്മാറി ഇതായിട്ട് ചിന്തിക്കരുത് കേട്ടോ. ഞാനത് ഒത്തിരി പ്രസംഗിക്കുന്നില്ല. ഒത്തിരി പ്രസംഗിച്ചാൽ ഇനി അങ്ങനെ പോയാൽ മതി എന്ന് ചിന്തിച്ചാൽ അതും പണിയാകും. ഹല്ലേലൂയ, ശ്രദ്ധിക്കണേ. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ പിതാവിൻ്റെ ആ കുടുംബത്തിൽപ്പെട്ടത്, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഹാബേൽ തുടങ്ങി, അബ്രഹാം തുടങ്ങി. അബ്രഹാം എല്ലാം ദൈവത്തിൻ്റെ സ്നേഹിതരാ. മോശ മുതൽ നോഹ മുതൽ അവരെല്ലാം ഇങ്ങനെ വരുമ്പോൾ ആ ഗണത്തിലാണ് അവർ പെടുന്നത്. സ്തോത്രം, ആ ഗണത്തിലാണ് പെടുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ചിന്തിച്ചത്, സ്തോത്രം, കുഞ്ഞാടിൻ്റെ കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ. സ്തോത്രം, ഹല്ലേലൂയ. കുഞ്ഞാടിൻ്റെ കല്യാണ സദ്യക്ക് ഇവരെ എല്ലാം വിളിക്കും. സ്തോത്രം, എന്തോ ഒരു പരിപാടിയായിരിക്കും എന്നറിയാമോ? നമ്മളാരും ചിന്തിക്കരുത്. സ്തോത്രം, കർത്താവ് നമ്മളിപ്പോൾ വായിച്ച വാക്യം പറഞ്ഞു, ഈ വചനം സത്യമാണ്. അങ്ങനല്ലേ വായിച്ച 19:9. പിന്നെ അവൻ എന്നോട്, കുഞ്ഞാടിന്റെ കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ എന്ന് എഴുതുക എന്ന് പറഞ്ഞു. ഇത് ദൈവത്തിന്റെ സത്യവചനം എന്നും എന്നോട് പറഞ്ഞു. ദൈവത്തിന്റെ സത്യവചനമെന്ന് ദൈവം പറഞ്ഞു. ഈ കാര്യം ദൈവത്തിന്റെ സത്യവചനമാണ്. ഈ കാര്യം ദൈവത്തിന്റെ എന്താണ്? സത്യവചനമാ. ഇതിനകത്ത് മാറ്റമില്ല. ഈ കുഞ്ഞാടിൻ്റെ കല്യാണമെന്ന് പറയുന്നതും ഇതെല്ലാം ആലങ്കാരികമായ കാര്യമല്ല, അക്ഷരീകമായ കാര്യമാണ്. ഇത് സത്യവചനമാണ്. യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം 17-ാമത്തെ വാക്യം കൂടെ വായിച്ചേ. യോഹന്നാൻ്റെ സുവിശേഷം. ഹല്ലേലൂയ. സത്യത്താൽ അവരെ ശുദ്ധീകരിക്കണമേ, നിന്റെ വചനം സത്യമാകുന്നു. നീ എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ. ഒന്നുകൂടെ വായിച്ചോളെ. 18. സത്യത്താൽ അവരെ ശുദ്ധീകരിക്കണമേ. കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. സത്യത്താൽ അവരെ എന്ത് ചെയ്യണം? വിശുദ്ധീകരിക്കണമേ. നിന്റെ വചനം സത്യമാകുന്നു. നിന്റെ വചനം സത്യമാകുന്നു. ഞാൻ എപ്പോഴും പ്രസംഗിക്കുമ്പോൾ പറയാറുണ്ട്, യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം കർത്താവിൻ്റെ മഹാപുരോഹിത പ്രാർത്ഥനയാണ്. ആ മഹാപുരോഹിത പ്രാർത്ഥനയിൽ, സ്തോത്രം, കർത്താവ് തന്നിൽ വിശ്വസിപ്പാനിരിക്കുന്നവർക്ക് വേണ്ടിയും കൂടി എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു. എന്ന് വെച്ചാൽ നമ്മൾ കർത്താവിൻ്റെ ജ്ഞാനത്തിൽ ആരുണ്ട്? നമ്മളുണ്ട്. കർത്താവിൻ്റെ ജ്ഞാനത്തിൽ നമ്മളുണ്ട്. കർത്താവിൻ്റെ ജ്ഞാനത്തിൽ നമ്മളുണ്ട്. അപ്പം നമ്മൾ അന്ന് കർത്താവ് നമ്മളെ അവൻ്റെ ജ്ഞാനദൃഷ്ടിയാൽ കണ്ടതുകൊണ്ടാണ് നമ്മൾ ഈ അനുഭവത്തിൽ വന്നത്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ജ്ഞാനദൃഷ്ടിയുടെ കാര്യമായി ഇവിടെ ഇപ്പോൾ ഒരു ആലയവും ബോളും ഒക്കെ ഉള്ളത്. ഞങ്ങൾ ഇവിടെ വന്ന് താമസിക്കുന്നതിന് മുമ്പ് ഞാനിവിടെ വന്നിട്ടുണ്ട്. ഈ പറമ്പിലൊക്കെ ഒത്തിരി പണി ചെയ്തിട്ടുണ്ട്. അന്ന് സ്തോത്രം പാസ്റ്ററൊന്നും അല്ല. സ്തോത്രം, ഇവിടെ കണ്ടകൃഷിയും കാര്യമൊക്കെ ആയിട്ട് നടന്നുകൊണ്ടിരുന്നത്. സ്തോത്രം. പക്ഷേ ഇങ്ങനെയൊന്നും ഉണ്ടാകുമെന്നുള്ളത് നമ്മുടെ അന്നത്തെ ചിന്തയിലൊന്നുമില്ല, അന്നത്തെ കാര്യത്തിലൊന്നുമില്ല. സ്തോത്രം. പക്ഷേ ദൈവത്തിൻ്റെ ചിന്തയിൽ ഇങ്ങനൊരു പ്ലാനുണ്ട്, ഇങ്ങനൊരു പദ്ധതിയുണ്ട്. ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ഇങ്ങനെ ഉണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. നമ്മളൊരു പ്രത്യേക ഭാഗ്യമുള്ള ജാതിയാണ് കേട്ടോ. അതെന്താ കാര്യം എന്നറിയാമോ? നമ്മൾ മണ്ണെണ്ണ വിളക്കിൻ്റെ മുമ്പിലിരുന്നവർ പലരും ഉണ്ട്. മണ്ണെണ്ണ വിളക്കിൻ്റെ ആ അനുഭവം, ചാണകം മെഴുകിയ തറയെ കിടന്നിട്ടുള്ളവരുണ്ട്. നമ്മൾ കിടന്നിട്ടുണ്ട്. ഈ തഴപ്പായയിൽ കിടന്ന് ചെറിയ തലവണയൊക്കെ കണ്ട പഴന്തുണി എല്ലാം കൂടെ കയറ്റി തയ്ച്ച് വെച്ചാൽ അതേ കിടന്നിട്ടുള്ളവരാണ് നമ്മൾ. അത് കഴിഞ്ഞേച്ച് നമുക്ക് വാഹനമില്ല. ഞാനൊക്കെ ചെറുപ്പത്തിൽ കണ്ടത്തിൽ വളം കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് കൈവണ്ടിയിലാണ്. കൈവണ്ടി എന്ന് കേട്ടാൽ പിള്ളേർക്കൊല്ലും അറിയാമോ? കൈവണ്ടിയിൽ അത് തള്ളിക്കൊണ്ട് പോകും. പിന്നെ കാളവണ്ടിയെ കൊണ്ടുപോകും. ഇവിടുന്ന് താഴത്തെ കണ്ടം കൃഷി ചെയ്തിട്ട് വീട്ടിലോട്ട് കൊണ്ടുപോയത് പട്ടമാട്ടയിലെ ചാക്കോൻ ചേട്ടൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കാളവണ്ടിയിലാണ് നെല്ലും വൈക്കോലും കൊണ്ടുപോയിട്ടിരുന്നത്. അത് നമ്മൾ കണ്ടതാണ്. ഇപ്പം കാലം മാറി, നമ്മൾ എന്തെല്ലാം കാണുന്നത്. ഇപ്പം നമ്മുടെ ഈ സാധനത്തെ ലോകത്തിലുള്ള സകല കാര്യവും ചെയ്യാം. ഈ ഒരു സാധനത്തിലാണ് കൊടുക്ക വാങ്ങലുകൾ, സകല കാര്യവും. ഇനി പേഴ്സ് മറന്നു പോയാൽ നമുക്ക് ഈ ഒരു സാധനം ഉണ്ടേ മതി. ഇനി നമുക്ക് റേഞ്ചില്ലേ, അടുത്തവൻ വേറെ റേഞ്ച് നമുക്ക് ഇങ്ങോട്ട് ആക്കിത്തരും. നോക്കിക്കേ, സ്തോത്രം. ഈ ഒറ്റ ഇതിൽ എന്തെല്ലാം ഉണ്ട്? ബൈബിളുണ്ട്, ലൈറ്റുണ്ട്, ഇമെയിൽ അയക്കാം, നെറ്റ്, എന്ത് വേണേലും ഇതിനകത്തുണ്ട്, ഇതിനകത്തായി. മറ്റേത് ഞാനൊക്കെ കറണ്ട് ചാർജ് അടയ്ക്കാൻ പോയി ക്യൂ മണിക്കൂറുകളോളം നിന്നിട്ടുണ്ട്. ഇപ്പോൾ എല്ലാത്തിനും പോകണോ?
സ്തോത്രം. ആ യുഗത്തിലാണ് നമ്മൾ താമസിക്കുന്നത്. ഇനി ആ യുഗം മാറി വേറെ യുഗം വരാൻ പോവുക. AI യുഗത്തിലേക്ക് വരാൻ പോവുക. ഇനി ഒറിജിനൽ ഏതാ ഡ്യൂപ്ലിക്കേറ്റ് ഏതാന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞ പോലെ ഇനിയും ഒന്നും കാണാതെ പഠിക്കണ്ട. ഇതിനകത്തൊരു ആപ്പുണ്ട്. ആപ്പ് അങ്ങ് ഞെട്ടിക്കഴിഞ്ഞാൽ അതിനെല്ലാം പറയും. വേദപുസ്തകത്തിൽ എത്ര വാക്യമുണ്ടെന്നും ഇത് എവിടാന്നുള്ള കാര്യം അതിനെക്കുറിച്ചുള്ള സകല ഹിസ്റ്ററിയും പറയും ഇതിനകത്ത്. ChatGPT എന്ന് പറഞ്ഞ ഒരു സാധനമുണ്ട്, അങ്ങനെയാണെന്ന് തോന്നുന്നത് പറയുന്നത്. ഞാൻ ഇടയ്ക്ക് ഞാൻ നോക്കും, ശരിക്കും നോക്കാൻ അറിയത്തില്ല. എന്ത് കാര്യം അറിയേണ്ടത്. ഹല്ലേലൂയ. ഗൂഗിളിൽ നിങ്ങൾ ഇവിടെ എന്നെക്കുറിച്ചൊന്ന് അടിച്ചു നോക്കിയാൽ മതി, എല്ലാ വിവരവും പറയും. ഗൂഗിളിലൊന്ന് അടിച്ചു നോക്കിയാൽ, പിള്ളേരൊക്കെ അടിച്ചു നോക്കാറുണ്ട്, അടിച്ചു നോക്കിയാൽ സകല കാര്യവും നമ്മുടെ വീടും നാളും പേരും എല്ലാം പറയും. എന്താ പരിപാടിയെന്ന് വരെ പറയും. നമ്മുടെ സഭയെക്കുറിച്ച് പറയും. വെറുതെ ഒന്ന് നോക്കിയേക്കണേ എല്ലാവരും. ഒന്ന് നോക്കിക്കഴിഞ്ഞാലല്ലേ നമുക്ക് ആ ഒരു റേഞ്ച് വരുള്ളൂ. നമ്മളെ അന്വേഷിക്കുന്നുണ്ടെന്ന് അറിഞ്ഞാലേ അവരും ഒരു ഇതാക്കുള്ളൂ. സകല കാര്യവും പറയും. ഇത് ഗൂഗിളിൽ പറയുന്ന നമ്മുടെ IPCയുടെ മേജർ ഒരു ചർച്ച എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് വിലയില്ലേലും ഗൂഗിളുകാരൊന്ന് സെർച്ച് ചെയ്തേച്ച് പറയുമ്പോൾ വലിയ സഭയാണെന്നാണ് പറയുന്നത്. അവർ പറയുന്ന, അവരന്വേഷിച്ചേച്ച് പറയുന്നതാണ്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ എന്താ അറിയേണ്ടത് സെർച്ച് ചെയ്യണം കേട്ടോ എല്ലാവരും. ഹല്ലേലൂയ. കാരണം ഞാൻ പറഞ്ഞത് ആ ഒരു ലെവലിലേക്ക് നമ്മൾ വന്നു. സ്തോത്രം. അപ്പോൾ കർത്താവിൻ്റെ നമുക്ക് വേണ്ടി അവൻ പ്രാർത്ഥിച്ചത് കൊണ്ട് നമ്മൾ അതിനകത്തുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ വന്നേ. ഇനി വേറൊരു മർമ്മം ഞാൻ പറയാം. നമ്മൾ എത്ര പ്രവർത്തിച്ചാലും കർത്താവിൻ്റെ ആലോചനയിലും ദൃഷ്ടിയിലും നമ്മളില്ലെങ്കിൽ നമ്മൾ വരത്തില്ല. ഹല്ലേലൂയ. കർത്താവിൻ്റെ ആലോചനയിൽ നമ്മളുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ വരത്തുള്ളൂ. പിന്നെ ഞങ്ങൾ പാസ്റ്റർമാരെല്ലാം പ്രവർത്തനമാണെന്ന് പറഞ്ഞൊക്കെ ഇങ്ങനെ നടക്കുന്നെന്നുള്ളത് ശരിയാണ്. നമ്മൾ ചെയ്യാനുള്ളത് ചിലപ്പോൾ ആ ലെവലിലായിരിക്കും അവർ വരുന്നത്. ആ ലെവലിൽ നമ്മൾ ചെന്ന് ഇടപെടുമ്പോഴായിരിക്കും അവർക്ക് കർത്താവിൻ്റെ ഒരു ദൃഷ്ടിയിലുണ്ടെങ്കിൽ അവർ നമ്മളെ സ്വീകരിക്കും. ഇനിയും വരണമെന്ന് പറയും, ഇല്ലാത്തവൻ പൊക്കോളാൻ പറയും. ഹല്ലേലൂയ. ലുദിയായുടെ ഹൃദയം തുറന്നത് ആരാ? ദൈവമാണ് തുറന്നത്. അല്ലാതെ പൗലോസിൻ്റെ പ്രസംഗം വലിയ കേമോ അല്ലായിരുന്നു കേട്ടോ. പൗലോസിൻ്റെ പ്രസംഗം മോശമായിരുന്നു, പൗലോസിൻ്റെ രൂപവും മോശമായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ അവൻ്റെ എഴുത്ത് ഭയങ്കരമായിരുന്നു. പൗലോസിൻ്റെ എഴുത്ത് ഭയങ്കരമാണ്, ഈടുറ്റതാണ്, ഭയങ്കരമാണ്. അത് സാധാരണ ആളുകൾ ഗ്രഹിക്കുവാൻ പ്രയാസമുള്ളതാണ്. കാരണം അവൻ അതുപോലെ വിദ്യാഭ്യാസമുള്ളവനാ. അവൻ ഗമാലിയേലിൻ്റെ പാദപീഠത്തിലിരുന്ന് പഠിച്ചവനാ. സ്തോത്രം. ശ്രദ്ധിക്കണേ. സ്തോത്രം. അപ്പോൾ കർത്താവ് നമ്മളെ കണ്ടതുകൊണ്ടാണ് നമ്മൾ ഈ ലെവലിൽ വന്നത്. നമ്മളെക്കുറിച്ചൊരു പ്ലാൻ ഉണ്ടായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ഇടയ്ക്ക് എനിക്ക് സന്തോഷം തോന്നുന്നു, നമ്മുടെ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ പ്രാർത്ഥന കേൾക്കുമ്പോഴും പാട്ട് കേൾക്കുമ്പോഴും ഉള്ളിൽ നമുക്കൊരു തണുപ്പാണ്. ഞാൻ ആര് വന്നാലും പറയും അത് നമ്മുടെ വിശ്വാസികളുടെ വീടാണ്, ഇത് നമ്മുടെ വീടാണ്. അപ്പോൾ വരുന്നവർക്കൊരു സന്തോഷമാണ്. ഹല്ലേലൂയ. വരുന്ന ആളുകൾക്കൊരു സന്തോഷമാണ്. ഇതെല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയല്ലേ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പദ്ധതിയല്ലേ പ്രിയമുള്ളവരെ. സ്തോത്രം. ഞാൻ സമയം തീർന്നുകൊണ്ട് വാക്കാ. നിന്റെ വചനം 18:17 വായിച്ചങ്ങ് അവസാനിപ്പിച്ചേ. സത്യത്താൽ അവരെ വിശദീകരിക്കണമേ. നിന്റെ വചനം സത്യമാകുന്നു. നിന്റെ വചനം സത്യമാണ് കേട്ടോ. ഈ വചനം എന്താണ്? സത്യമാണ്. യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണ്. ഈ വചനം സത്യമാണ്. യേശുക്രിസ്തു സത്യമാണ്. യേശുക്രിസ്തു രാജാവായി വേഗം വരും. അവനെ എതിരേൽപ്പാൻ നമുക്കൊരുങ്ങാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ.